മുണ്ടക്കയം പറത്താനം റോഡിൽ വെട്ടുകല്ലാങ്കുഴിക്ക് സമീപമാണ് വാഹനയാത്രക്കാരൻ പുലിയെ കണ്ടതായുള്ള വോയിസ് മെസ്സേജ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്. ചൊവ്വാഴ്ച പുലർച്ചെ 4 മണിക്ക് മുണ്ടക്കയം പറത്താനം റോഡിലൂടെ വാഹനത്തിൽ സഞ്ചരിച്ച ഈരാറ്റുപേട്ട സ്വദേശി തന്റെ പരിചയക്കാരനായ വെട്ടുകല്ലാങ്കുഴി സ്വദേശിയെ ഫോണിൽ വിളിച്ച് പറയുന്ന കോൾ റെക്കോർഡാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്. വെട്ടുകല്ലാങ്കുഴിക്ക് സമീപം പുലി റോഡ് മുറിച്ച് കടന്നു പോകുന്നത് കണ്ടതായും പുലിക്ക് വലിപ്പമുള്ളതായും വളർത്തുമൃഗങ്ങളെ സൂക്ഷിക്കണമെന്നും കോൾ റെക്കോർഡിൽ ഉണ്ട്. പുലിയെ കണ്ടതായി പറയുന്ന മേഖലയിൽ സ്വകാര്യ വ്യക്തികളുടെ റബ്ബർ തോട്ടം ഉൾപ്പെടെ കാട് പിടിച്ച നിലയിലാണ്. മാത്രമല്ല വോയിസ് മെസ്സേജ് പ്രചരിക്കുന്നതിലും ജനങ്ങളുടെ ആശങ്ക കണക്കിലെടുത്തും വനം വകുപ്പിനെ അറിയിച്ചതായും മുണ്ടക്കയം ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CV അനിൽകുമാർ പറഞ്ഞു. മുണ്ടക്കയം പഞ്ചായത്തിലെ 21 വാർഡുകളിൽപ്പെട്ട പറത്താനം ഭാഗത്ത് ഇന്നലെ വെളുപ്പിനെ ഈരാറ്റുപേട്ട സ്വദേശികളായ ആൾക്കാർ ഒരു വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ വെളുപ്പാങ്കാലത്ത് 4 മണിയാണ് എന്ന് പറയുന്നത്. ആ ഭാഗത്ത് വളരെ വിജനമായ ഭാഗത്ത് ഒരു പുലി റോഡ് ക്രോസ് ചെയ്ത് പോയതായിട്ടാണ് അവർ നേരിട്ട് കണ്ടതായിട്ട് പറയുന്നത്. അവിടുത്തെ ഒരു പൊതു സാഹചര്യം വനം പോലെ കാട് വളർന്ന ചില ഭാഗങ്ങളുണ്ട്. പഴയ കുറ്റ്യാനിക്കൽ റബ്ബർ ഫാക്ടറിയും ഒക്കെ ചില നിയമപ്രശ്നങ്ങളെ മൂലം കിടക്കുന്ന പ്രദേശങ്ങളാണ്. അപ്പോൾ ധാരാളം റബ്ബർ തോട്ടങ്ങൾ കാട് വെട്ടാതെ കിടക്കുന്ന 1ഉം 2ഉം ആൾ പൊക്കത്തിൽ ഉള്ള കാട് കയറി കിടക്കുന്ന ഭാഗമുണ്ട്. ഇവിടെ നേരത്തെ തന്നെ കാട്ടുപന്നികൾ ധാരാളമുള്ള പ്രദേശമാണ്. അപ്പോൾ ഇതിനൊരു സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മുടെ മുണ്ടക്കയത്തിൻ്റെ കിഴക്കൻ ഭാഗങ്ങളിലുണ്ടാകുന്ന വന്യമൃഗ ശല്യം നമുക്കറിയാം. അതിൻ്റെ ഒരു തുടർച്ച എന്ന നിലയിൽ ഇത് തള്ളിക്കളയാൻ പറ്റത്തില്ല. ആളുകൾ വളരെ അലർട്ട് ആകേണ്ടതുണ്ട്. മേഖലയിൽ മറ്റാരും പുലിയെ കണ്ടതായി പറഞ്ഞിട്ടില്ലെന്നും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വോയിസ് റെക്കോർഡ് കണക്കിലെടുത്ത് വനം വകുപ്പിനെ വിവരം അറിയിച്ചിട്ടുണ്ടെന്നും വാർഡംഗം ഷിജി ഷാജി പറഞ്ഞു. മുണ്ടക്കയം ഗ്രാമപഞ്ചായത്തിൻ്റെ 21 വാർഡുകളെ പ്രതിനിധീകരിച്ചാണ് ഇപ്പോൾ ഇങ്ങനെ ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഈരാറ്റുപേട്ട സ്വദേശികൾ വെളുപ്പിന് 4 മണിക്ക് സഞ്ചരിച്ചപ്പോൾ ഏകദേശം 180 കിലോയോളം വരുന്ന ഒരു പുലി റോഡ് ക്രോസ് ചെയ്ത് കുറ്റ്യാനിക്കൽ ഇപ്പം പ്രവർത്തനരഹിതമായി കിടക്കുന്ന ഫാക്ടറിയുടെ അങ്ങോട്ട് ചാടുന്നതായിട്ടാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ഈ വോയിസ് മെസ്സേജ് എല്ലായിടത്തും പ്രചരിച്ചിട്ടുള്ളത് കൊണ്ട് ജനങ്ങളെല്ലാം ഭയങ്കര ഭീതിയിലാണ്. അപ്പം ഫോറസ്റ്റുകാരെയൊക്കെ അറിയിച്ചിട്ടുണ്ട്. അപ്പം പ്രത്യേകിച്ച് അതിന് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. എങ്കിലും എല്ലാവരും ഒന്ന് ശ്രദ്ധ ചെലുത്തേണ്ടത് ഈ സമയത്ത് ആവശ്യമാണ്. പിന്നെ സ്വകാര്യ വ്യക്തികളുടെ 40 ഏക്കറോളം വരുന്ന ഒരു റബ്ബർ തോട്ടം, അതുപോലെ തന്നെ തൊട്ടടുത്ത് കിടക്കുന്ന പല ഭാഗങ്ങളും ഭയങ്കര കാട് വളർന്ന് പന്തലിച്ച് നിൽക്കുകയാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള മൃഗങ്ങളുണ്ടെന്ന് നമുക്ക് പറയാതിരിക്കാനും പറ്റത്തില്ല. കാട്ടുപന്നികളുണ്ട്, കുരങ്ങന്മാരുടെ ശല്യമുണ്ട്. അതുപോലെ കാട്ടുകുരങ്ങ് നമ്മുടെ 1-ാം വാർഡ് മെമ്പറെ ആക്രമിച്ച സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് ഈ വനം പോലെ തന്നെയാണ് കിടക്കുന്നത്, കുറുക്കൻ. അപ്പോൾ ഇത് ഈ വനം പോലെ തന്നെയാണ് ഇവിടെ കിടക്കുന്നത്. അപ്പം ജനങ്ങൾ ഭീതിയിലാണോ എന്ന് ചോദിച്ചാൽ കൂടുതലായിട്ടും അതെ. അപ്പം ഇത് ജനങ്ങളെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് ഇതിൻ്റെ വേണ്ട കാര്യങ്ങളൊക്കെ ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടുണ്ട്. അപ്പം ജനങ്ങളും വളരെ ശ്രദ്ധയോടെ കരുതിയിരിക്കുക. ജനവാസ മേഖലയായതിനാലും മേഖലയിൽ മുൻപ് കുറുനരി ആക്രമണം ഉൾപ്പെടെ വന്യമൃഗശല്യം ഉണ്ടായതിനാലും ജനപ്രതിനിധികൾ ഗൗരവത്തോടെയാണ് സംഭവത്തെ കാണുന്നത്. ന്യൂസ് ബ്യൂറോ, മുണ്ടക്കയം.